വെൽക്കം ടു വിന്നേഴ്സ് അക്കാദമി. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ ഇറിഗേഷൻ 2023 നടന്ന എ ഇറിഗേഷന്റെ തെർമോഡൈനാമിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓൾറെഡി ഇതിന്റെ ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഒരു ഡിസ്കഷൻ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കാർനോട്ട് സൈക്കിൾ ദ അഡീഷൻ ഓഫ് ഹീറ്റ് ടേക്സ്. ഒരു കാർനോട്ട് സൈക്കിളില് ഹീറ്റ് അഡീഷൻ നടക്കുന്നത് ഏത് പ്രോസസ്സിലാണ്? കോൺസ്റ്റന്റ് പ്രഷറിലാണോ, കോൺസ്റ്റന്റ് വോളിയത്തിലാണോ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണോ, ദെൻ പാർട്ട്ലി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് പാർട്ട്ലി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതായത് കുറച്ച് സമയം കോൺസ്റ്റന്റ് പ്രഷറിലും ദെൻ അതിനുശേഷം കോൺസ്റ്റന്റ് വോളിയത്തിലുമാണ് ഹീറ്റ് അഡീഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു കാർനോട്ട് സൈക്കിൾ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു മെക്കാനിക്കൽ ആറിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം കാർനോട്ട് സൈക്കിളിന് ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഫിഗർ, ഒരു PV ഡയഗ്രാം, TS ഡയഗ്രാം ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ആൻസറിലേക്ക് വരാം. ഇങ്ങനെയാണ് നമ്മൾ ആ കാർനോട്ട് സൈക്കിളിനെ റെപ്രസെന്റ് ചെയ്യുക അല്ലെ. അപ്പോൾ ഇതിൽ 4 പ്രോസസ്സാണ് വരിക. ഏതൊക്കെയാണ് 4 പ്രോസസ്സ്? ഇപ്പൊ ഞാനിവിടെ 1 to 2 എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. 1 to 2 ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ദെൻ 2 to 3 എന്ന് കാണിച്ചിരിക്കുന്നത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. ദെൻ 3 to 4 എന്ന് കാണിച്ചിരിക്കുന്നത് ഐസോതെർമൽ കംപ്രഷനും ദെൻ 4 to 1 എന്ന് കാണിച്ചിരിക്കുന്നത് ഐസെൻട്രോപിക് കംപ്രഷനാണ്. അപ്പൊ ഇവിടെ എനിക്ക് സിമ്പിൾ ആയിട്ട് 2 ഐസോതെർമൽ പ്രോസസ് ഉണ്ടെന്ന് പറയാം. 2 ഐസോതെർമൽ പ്രോസസ് ഉണ്ടെന്ന് എനിക്ക് ഇവിടെ പറയാം. ഓക്കെ. ദെൻ 2 ഐസെൻട്രോപിക് പ്രോസസ് ഉണ്ടെന്നും എനിക്ക് പറയാം. 2 ഐസെൻട്രോപിക് പ്രോസസ് ഉണ്ടെന്നും എനിക്കിവിടെ പറയാം. ഓക്കെ. അപ്പോൾ ഒരു ഐസോതെർമൽ എക്സ്പാൻഷനും കംപ്രഷനും ദെൻ ഒരു ഐസെൻട്രോപിക് എക്സ്പാൻഷനും കംപ്രഷനും, അങ്ങനെ മൊത്തം 4 പ്രോസസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുക. ഇതിൽ എവിടെയാണ് ഹീറ്റ് അഡീഷനും എവിടെയാണ് ഹീറ്റ് റിജക്ഷനും ആണ് നമുക്ക് അറിയണ്ടേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ ഐസെൻട്രോപിക് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് 0 ആയിരിക്കും. കാരണം ഐസെൻട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ് ആണെന്ന് നമ്മൾ പഠിക്കുക. അഡയാബാറ്റിക് പ്രോസസിന്റെ പ്രത്യേകത എന്താ? ഹീറ്റ് അഡീഷനോ ഹീറ്റ് റിജക്ഷനോ ഉണ്ടാവില്ല, 0 ആയിരിക്കും. അപ്പോൾ ഹീറ്റ് അഡീഷനും റിജക്ഷനും പിന്നെ നടക്കാൻ സാധ്യത എവിടെ മാത്രമാണ്? ഐസോതെർമൽ പ്രോസസ്സിലാണ്. ഐസോതെർമൽ പ്രോസസ്സിലാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഹീറ്റ് അഡീഷൻ നടക്കാൻ പോകുന്നത്, ഹീറ്റ് അഡീഷൻ, ഹീറ്റ് ആഡ് ചെയ്താൽ ആ ഗ്യാസിന് എന്ത് പറ്റും? എക്സ്പാൻഡ് ചെയ്യും അല്ലെ. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷനിലായിരിക്കും ഹീറ്റ് അഡീഷൻ നടക്കാൻ പോകും. ഹീറ്റ് അഡീഷൻ നടക്കുന്നത്. ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ ഹീറ്റ് റിജക്ഷൻ എപ്പോഴായിരിക്കും? ഹീറ്റ് റിജക്ഷൻ എപ്പോഴായിരിക്കും? ഹീറ്റ് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആളെന്ത് ചെയ്യും? കംപ്രസ്ഡ് ആവും അല്ലെ. കംപ്രസ് അല്ലെ, വോളിയം കുറയും. അപ്പോൾ ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ് ആയിരിക്കും. ഓക്കെ. ഇവിടെ എക്സ്പാൻഷനോ കംപ്രഷനോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷെ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഹീറ്റ് അഡീഷനും റിജക്ഷനും എപ്പോഴാണ് കാർനോട്ട് സൈക്കിൾ നടക്കുക? ഐസോതെർമൽ പ്രോസസ്സിലാണ് നടക്കാനുള്ള സാധ്യതയുള്ളൂ അല്ലെ. ഇനി നമുക്ക് ആൻസറിലേക്ക് പോയി നോക്കിയാലോ? തിരിച്ച് ശ്രദ്ധിക്കുക. ഇൻ എ കാർനോട്ട് സൈക്കിൾ ദ ഹീറ്റ് അഡീഷൻ ഓഫ് addition of heat takes place at എവിടെയായിരിക്കും? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കും. സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഇൻ കാർനോട്ട് സൈക്കിൾ ദ റിജക്ഷൻ ഓഫ് ഹീറ്റ് എന്നാക്കി മാറ്റി കഴിഞ്ഞാലോ അതും കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ തന്നെയാണ്. ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സോ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സോ എവിടെ ഇല്ല? ഈ പറയുന്ന കാർനോട്ട് സൈക്കിളിൽ ഇല്ല. വീണ്ടും പാർട്ട്ലി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ ദെൻ പാർട്ട്ലി ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം, അങ്ങനെ ഒരു പ്രോസസ്സും എവിടെ ഇല്ല? കാർനോട്ട് സൈക്കിളിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരം. ഓക്കെ. Next one. Okay. Which of the following is a correct statement? താഴെ പറയുന്നതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തണം. A reversible adiabatic process is an isentropic process. Then an isentropic process is an adiabatic process. An irreversible adiabatic process is a constant entropy process. Entropy decreases during an irreversible adiabatic process. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ കണ്ടെത്തണം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. എ റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ് ഈസ് ആൻ ഐസെൻട്രോപിക് പ്രോസസ്. ശരിയാണല്ലോ. ഒരു ഐസെൻട്രോപിക് പ്രോസസിന്റെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണല്ലേ. ഒരു റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസെൻട്രോപിക് പ്രോസസ് നമ്മൾ വിളിക്കുക. ബാക്കിയുള്ളവരോട് ഒന്ന് നോക്കി വിട്ടേക്കാം. ആൻ ഐസെൻട്രോപിക് പ്രോസസ് ഈസ് ആൻ അഡയാബാറ്റിക് പ്രോസസ്. അത് കറക്റ്റ് തന്നെയാണ്. നിങ്ങൾ നോക്കിയേ, ഐസെൻട്രോപിക് പ്രോസസ് എന്നത് ഒരു വെറും അഡയാബാറ്റിക്, ജസ്റ്റ് എന്താണ് അഡയാബാറ്റിക് പ്രോസസ് എന്ന് വെച്ചാൽ Q=0 എന്ന് പറയുന്ന ആളാണ്. ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. അപ്പൊ ഐസെൻട്രോപിക് പ്രോസസ്സിൽ എനിക്ക് എന്ത് പറയാം? അയാൾ ഒരു അഡയാബാറ്റിക് എന്ന് പറയാം. പക്ഷെ മോസ്റ്റ് ആപ്റ്റ് ആൻസർ ഏതാണ്? റിവേഴ്സിബിൾ അഡയാബാറ്റിക് ആണെന്നുള്ളതാണ്. ഓക്കെ.
ഓപ്ഷൻ എ ഇതിലില്ലായിരുന്നെങ്കിൽ എനിക്ക് ഓപ്ഷൻ ബി ഒരു ഉത്തരമായിട്ട് പറയാം. ആൻ ഐസെൻട്രോപിക് പ്രോസസ് ഈസ് ആൻ അഡയാബാറ്റിക് പ്രോസസ് ആണ്. പക്ഷെ സ്പെസിഫിക്കലി പറയുമ്പോൾ വെറും അഡയാബാറ്റിക് അല്ല, അത് റിവേഴ്സിബിൾ അഡയാബാറ്റിക് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ എ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഓപ്ഷൻ എ തന്നെ ആൻസർ ആയിട്ട് എടുക്കണം. ഇനി ആൻഡ് ഇറിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സിനെ കോൺസ്റ്റന്റ് എൻട്രോപ്പി എന്ന് വെച്ചാൽ ഐസെൻട്രോപിക് ആണെന്ന് പറയോ? ഇല്ല, ഇറിവേഴ്സിബിൾ ഒരിക്കലും പറയൂല. ദെൻ എൻട്രോപ്പി ഡിക്രീസസ് ഡ്യൂറിങ് ആൻ ഇറിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്. ഇറിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സിൽ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യോ? ഇല്ല, എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുള്ളൂ. എന്താണ് കാരണം? ഇറിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ഇറിവേഴ്സിബിലിറ്റി. ഇറിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ലോസ് ആണ്, നഷ്ടമാണ്. ഇറിവേഴ്സിബിൾ ആവാന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ റീസൺ എന്താണ്? ലോസ് ആണ്. ഈ ലോസിന്റെ ഇറിവേഴ്സിബിലിറ്റിയുടെ ഒരു മെഷർ ആണെന്ത്? എൻട്രോപ്പി. അപ്പൊ എൻട്രോപ്പി കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് റിവേഴ്സിബിലിറ്റിയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിലിറ്റി കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഇറിവേഴ്സിബിലിറ്റിയും എൻട്രോപ്പിയും എന്താണ്? അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇറിവേഴ്സിബിലിറ്റി കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എൻട്രോപ്പി കൂടുന്നു എന്നാണ്. ഒരിക്കലും എന്ത് ചെയ്യില്ല, കുറയാനുള്ള സാധ്യത ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മളുടെ ഉത്തരം. Then, for the same compression ratio and heat supplied, the air standard efficiency of an Otto cycle compared to that of a diesel cycle is. സ്ഥിരം ചോദ്യമാണ്. ഒരു ഐസി എഞ്ചിന്റെ ഭാഗത്തുള്ള തെർമൽ ഐസി എഞ്ചിൻ എന്ന് പറയുന്ന ടോപ്പിക് വരുമ്പോൾ സ്ഥിരം ചോദ്യമാണ്. കേട്ട് നിങ്ങൾ തഴമ്പിച്ച ക്വസ്റ്റൻ ആയിരിക്കും അല്ലെ. ഫോർ ദ സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റ് സപ്ലൈഡ്, ഒരേ കംപ്രഷൻ റേഷ്യോയിലും ഒരേ ഹീറ്റ് സപ്ലൈഡ് കണ്ടീഷനിലും വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ അത് ഡീസൽ സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയാളുടെ എഫിഷ്യൻസി, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എങ്ങനെയായിരിക്കും? അതായത് സെയിം കംപ്രഷൻ റേഷ്യോ ആർ എന്ന് പറയുന്ന ആൾ സെയിം ആണ്, ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നതും സെയിം ആണെങ്കിൽ ഓട്ടോ സൈക്കിളിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വിച്ച് ഈസ് മോർ ദാൻ അല്ലെ ഗ്രേറ്റർ ദാൻ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ ആയിരിക്കും. ഓക്കെ, ഓട്ടോ സൈക്കിൾ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഡീസൽ സൈക്കിൾ ഈസ് മോർ ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ഇതിലൊരു ഡ്യുവൽ സൈക്കിളോട് കയറ്റി കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇതേ കണ്ടീഷൻ ഫോർ ദ സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റ് അഡീഷൻ ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഡ്യുവൽ സൈക്കിളിന്റെ എഫിഷ്യൻസി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസി. ഇങ്ങനെയാണ് അയാളുടെ ഓർഡർ വരിക. ഇനി ഇത് തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കും. ഫോർ ദ സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റ് അഡീഷന് പകരം ഹീറ്റ് റിജക്ഷൻ എന്ന് പറഞ്ഞാലും സെയിം കണ്ടീഷൻ തന്നെ, സെയിം അവസ്ഥ തന്നെ, മാറ്റമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ സെയിം കംപ്രഷൻ റേഷ്യോ ആണോ നോക്കിയാൽ മതി. ഹീറ്റ് അഡീഷനോ ഹീറ്റ് റിജക്ഷനോ കൂടെ വന്നാലും ഈ പറയുന്ന ആൾക്കാരിൽ മാറ്റങ്ങളൊന്നുമില്ല. കൂടുതൽ എഫിഷ്യൻസി ആർക്കായിരിക്കും? ഓട്ടോ സൈക്കിളായിരിക്കും, ദെൻ ഡ്യുവൽ സൈക്കിളിനായിരിക്കും, ദെൻ ഫൈനലി ഡീസൽ സൈക്കിൾ ആയിരിക്കും. വീണ്ടും ഈ കംപ്രഷൻ റേഷ്യോന്റെ കൺസെപ്റ്റ് വിട്ടിട്ട് ഫോർ ദ സെയിം പീക്ക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണെങ്കിൽ, ഫോർ ദ സെയിം പീക്ക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണെങ്കിൽ അപ്പോൾ ഇത് തിരിയും. ഡീസലിന്റെ ഗ്രേറ്റർ ദാൻ ഓട്ടോ എന്നാവും. ഇവിടെയും തിരിയും. ഡീസലിന്റെ എഫിഷ്യൻസി കൂടുതൽ, അതിനുശേഷം ഡ്യുവല്, അതിനുശേഷമാണെന്ത് ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി വരുള്ളൂ. എന്താണ് കണ്ടീഷൻ? ഫോർ ദ സെയിം പീക്ക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആൻഡ് സെയിം ഹീറ്റ് റിജക്ഷൻ. വീണ്ടും ഫോർ ദ സെയിം പീക്ക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഹീറ്റ് അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? ഈ കണ്ടീഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ വ്യക്തമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഹീറ്റ് അഡീഷനും ഹീറ്റ് റിജക്ഷനും ആവുന്നത് മാറ്റി നിർത്തിയാൽ, കാരണം അവരെ എങ്ങനെ മാറ്റി മറിച്ചും ചോദിച്ചാലും കൺസെപ്റ്റിൽ മാറ്റുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഫോർ ദി സെയിം കംപ്രഷൻ റേഷ്യോ എനിക്ക് എങ്ങനെ പറയാം? ഓട്ടോ സൈക്കിൾ എഫിഷ്യൻസി ഈസ് ഗ്രേറ്റർ ദാൻ ഡ്യുവൽ സൈക്കിളിന്റെ എഫിഷ്യൻസി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഡീസലിന്റെ എഫിഷ്യൻസി. ഓക്കെ, ഇനി ഫോർ ദി സെയിം എന്താണ് പീക്ക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഫോർ ദി സെയിം പീക്ക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻ ആണെങ്കിൽ അവിടെ ഡീസലായിരിക്കും വലുത് എഫിഷ്യൻസി, അതിനുശേഷം ഡ്യുവൽ എന്തായാലും ഇടയിലേ വരുള്ളൂ, ദെൻ അതിനുശേഷമാണ് ഓട്ടോ സൈക്കിൾ വരിക. അല്ലെങ്കിൽ ഈ എഴുതിയ പോലെ ലെസ് ദാൻ വിട്ടും എഴുതാം. ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി ലെസ് ദാൻ, ഡ്യുവൽ സൈക്കിളിന്റെ ലെസ് ദാൻ ഡീസൽ. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഹീറ്റ് അഡീഷനും റിജക്ഷനും കൂടെ വന്നാലും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക? സെയിം കംപ്രഷൻ റേഷ്യോ ആണെങ്കിൽ ഈ കൺസെപ്റ്റ്, സെയിം പീക്ക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണെങ്കിൽ ഇതായിരിക്കും കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ്. ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി സെയിം കംപ്രഷൻ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഡീസൽ സൈക്കിളിനേക്കാൾ കൂടുതൽ ആയിരിക്കും. നമ്മൾ പറഞ്ഞതാണ്ടോ, ഇവിടെ നോട്ടായിട്ട് ജസ്റ്റ് ഇട്ടുന്നുള്ളൂ, പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ദെൻ അടുത്ത നോക്കിയേ, വിച്ച് പാരാമീറ്റർ ക്യാൻ ബി കൺസിഡേർഡ് ടു റിമെയിൻ കോൺസ്റ്റന്റ് ഇഫ് ദ വാല്യൂ ഓഫ് എക്സ്പോണന്റ് n ഇൻ ദ പോളിട്രോപിക് ഇക്വേഷൻ PV/n is equal to constant talks a unit value. എൻതാൽപി, ഇന്റേണൽ എനർജി, എൻട്രോപ്പി,
pressure or volume. എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ? Which parameter can be considered to remain constant if the value of exponent n in polytropic index PV raised to n is equal to constant talks a unit value. അതായത് PV raised to n is equal to constant എന്ന് പറയുന്നത് എന്താണ്? ഒരു പോളിട്രോപിക് പ്രോസസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് അറിയാം, പോളിട്രോപിക് പ്രോസസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതിൽ n എന്ന് പറയുന്ന വാല്യൂ ഒരു യൂണിറ്റ് വാല്യൂ ആണെങ്കിൽ, അതായത് n is equal to 1 ആണെങ്കിൽ ഈ പറയുന്ന ഏത് പ്രോസസ്സിലേക്കാണ് മാറുക, ഏത് പാരാമീറ്റർ ആണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക? എൻതാൽപ്പി ആണോ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, ഇന്റേണൽ എനർജി ആണോ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, എൻട്രോപ്പി ആണോ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, പ്രഷർ അല്ലെങ്കിൽ വോളിയം ആണോ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക? നമുക്കറിയാം n is equal to 1 കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? PV is equal to constant എന്ന് കിട്ടും. ശരിയല്ലേ? n is equal to 1 എന്ന് കൊടുത്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? PV is equal to constant. ഈ PV is equal to constant എന്ന് പറയുന്നത് എനിക്ക് എന്താണ്? ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ് ആണെന്ന് പറയാം, അഥവാ ഐസോതെർമൽ പ്രോസസ് ആണെന്ന് പറയാം. ശരിയല്ലേ? നമ്മൾ PVT റിലേഷൻഷിപ്പ് ഒക്കെ എഴുതി നോക്കിയേ, PV/T is equal to constant അല്ലെ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ P1V1 ഇങ്ങനെ P1V1/T1 is equal to P2V2/T2 എന്നൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വെട്ടിപ്പോവും. ബാക്കി P1V1 is equal to P2V2 എന്ന് എഴുതും, അഥവാ PV is equal to constant എന്നൊക്കെ നമ്മൾ പറയാം അല്ലെ? അപ്പൊ PV is equal to constant എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ഒരു ഐസോതെർമൽ പ്രോസസ് അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഇവിടെ മനസ്സിലായി അല്ലെ? ഈ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോസസ്സിൽ എൻതാൽപ്പി കോൺസ്റ്റന്റ് ആണോ, ഇന്റേണൽ എനർജി ആണോ കോൺസ്റ്റന്റ്, എൻട്രോപ്പി എന്ന് പറയുന്ന പാരാമീറ്റർ ആണോ കോൺസ്റ്റന്റ്, പ്രഷർ കോൺസ്റ്റന്റ് ആണോ, വോളിയം കോൺസ്റ്റന്റ് ആണോ? നമുക്കറിയാം ഐസോതെർമൽ പ്രോസസ്സിൽ എന്തായാലും പ്രഷറും വോളിയം കോൺസ്റ്റന്റ് അല്ല. ഐസോബാറിക് പ്രോസസ്സിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ഐസോകോറിക് പ്രോസസ്സിൽ വോളിയം കോൺസ്റ്റന്റ് ആണ് നമ്മൾ പറയാം. അപ്പൊ അത് രണ്ടും ഞാൻ ആദ്യമേ വെട്ടി. ഇനി എൻതാൽപ്പിയും എൻട്രോപ്പിയും കോൺസ്റ്റന്റ് ആവുന്ന എന്തെങ്കിലും കണ്ടീഷൻ ഐസോതെർമൽ പ്രോസസ്സിൽ ഉണ്ടോ? ഇല്ല. പിന്നെ എന്താണ്? ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ആള് ഐസോതെർമൽ പ്രോസസ്സിൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിക്ക് ഒരു ഇക്വേഷൻ എഴുതാറുണ്ട്, m × CV × ΔT അല്ലെങ്കിൽ T2 - T1 അല്ലെ? MCV ΔT എന്നാണ് നമ്മൾ എല്ലാ പ്രോസസ്സിലും നമ്മൾ എന്ത് എഴുതുന്നത്? ΔU, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതുക. അപ്പൊ നിങ്ങൾ നോക്കിയേ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അഥവാ T1 ഉം T2 ഉം തുല്യമാണെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആണ്. ശരിയല്ലേ? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആണെന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ഉള്ള ഇന്റേണൽ എനർജിയും ഫൈനലി ഉള്ള ഇന്റേണൽ എനർജിയും എന്താണ്? സെയിം ആണെന്ന്, അഥവാ അവർ കോൺസ്റ്റന്റ് ആണ്. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, അതായത് ഒരു ഐസോതെർമൽ പ്രോസസ്സിലെ ഇന്റേണൽ എനർജി എന്ത് സംഭവിക്കും? ആ ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വലിച്ചു നീട്ടി ചോദിച്ച ചോദ്യം, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കണം? പോളിട്രോപിക് ഇൻഡെക്സ് n ആണെങ്കിൽ അത് ഐസോതെർമൽ പ്രോസസ്സിന്റെ കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കണം. ഐസോതെർമൽ പ്രോസസ്സിന്റെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ ΔU 0 ആണെന്ന് നമുക്ക് അറിയണം. ΔU 0, ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനിഷ്യലി എടുക്കുന്ന ഇന്റേണൽ എനർജിയും ഫൈനലി പറയുന്ന ഇന്റേണൽ എനർജിയും സെയിം ആയിരിക്കും എന്നാണ് അർത്ഥം, അഥവാ ഇന്റേണൽ എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ദെൻ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റിലേഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ 1 എന്നാ കൊടുക്കുക, PV is equal to constant എന്ന് പറഞ്ഞില്ലേ? സിമിലർലി നമ്മൾ വിശദമായിട്ട് ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് എന്ത്? ഐസോകോറിക് അഥവാ കോൺസ്റ്റന്റ് വോളിയത്തിന് PV raised to n is equal to constant. അതിൽ n-ന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ അത് ഐസോകോറിക് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ PVT റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ വോളിയം എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണെങ്കിൽ P/T is equal to constant എനിക്ക് എഴുതി മാറ്റാൻ പറ്റും. ഓക്കെ, സിമിലർലി ഐസോബാറിക് ആണെങ്കിൽ n is equal to 0 ആണ്, അഥവാ V/T വോളിയം ബൈ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഐസോതെർമൽ ഓൾറെഡി പറഞ്ഞു. ദെൻ n-ന് പകരം ഗാമ കൊടുത്താൽ അതെന്തായി? PV raised to ഗാമ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന അഡയാബാറ്റിക് പ്രോസസ് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് വൺ, ആസ് ഡിഫറൻഷ്യൽസ് ഹീറ്റ് ആൻഡ് വർക്ക് വുഡ് ബി ഡിസ്ക്രൈബ്ഡ് മാത്തമാറ്റിക്കലി ആസ്. അതായത് ഒരു ഡിഫറൻഷ്യൽ ഫോമിലേക്ക് നമ്മൾ ഹീറ്റിനെയും വർക്കിനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലി എങ്ങനെയാണ് അയാളെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്? അതൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്, അതൊരു ഡിസ്കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യൽ ആണ്, ഒരു ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്, അല്ലെങ്കിൽ അതൊരു പോയിന്റ് ഫംഗ്ഷൻ ആണ്. അതായത് ഹീറ്റും വർക്കും എന്ന് പറയുന്ന ആളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എക്സാക്ട് ഡിഫറൻഷ്യൽ ആണോ, ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണോ, ഇനി ഡിസ്കണ്ടിന്യൂറ്റി കണ്ടീഷനിലുള്ള ആളാണോ, അല്ലെങ്കിൽ പോയിന്റ് ഫംഗ്ഷൻ ആണോ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ പറയുന്നുണ്ട് ഹീറ്റും വർക്കും ബേസിക്കലി എന്താണെന്ന് നമ്മൾ പറയാ? പാത്ത് ഫംഗ്ഷൻ ആണെന്നാ പറയാം. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ, ഇപ്പൊ PV ഡയഗ്രാം, പ്രഷർ വോളിയം ഡയഗ്രാം ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, 1 to 2 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാത്ത് ഇയാൾ ഫോളോ ചെയ്തല്ലേ,
ഇതിന്റെ അടിയിലേക്ക് ഞാൻ വർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏരിയ അണ്ടർ ദിസ് കർവ് ഞാൻ നോക്കിയാൽ മതി. ഇതാണ് ഇവിടെ നടക്കുന്ന വർക്ക് എന്ന് പറയുന്നതാണ് വർക്ക് ഡൺ. സിമിലർലി ഇതിന്റെ പാത്ത് മറ്റൊരു വഴിയിലാണ് നടന്നതെങ്കിൽ 1 to 2 എന്ന് പറയുന്ന സെയിം പ്രോസസ്സാണ്. പക്ഷെ പാത്ത് മാറിയെങ്കിൽ അയാളുടെ വർക്ക് മാറും. കാരണം എന്താണ്, പിന്നെ ഞാൻ വർക്ക് മെഷർ ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ കൂടി ഞാൻ അവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ശരിയല്ല? അപ്പൊ എനിക്ക് എന്ത് മനസ്സിലായി? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഈ പറയുന്ന വർക്ക് എന്ന് എനിക്ക് മനസ്സിലായി. സിമിലർലി TS ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ ആ TS ഡയഗ്രത്തിന്റെ കർവിന്റെ അണ്ടറിൽ കാണുന്ന ആ ഒരു ഏരിയനെ ഞാൻ എന്താ റെപ്രസെന്റ് ചെയ്യുക? ഹീറ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ പാത്ത് മാറിക്കഴിഞ്ഞാൽ മാറുന്ന രണ്ട് ആൾക്കാരാണ് ഈ പറയുന്ന വർക്ക്, ഹീറ്റ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അവരെ എന്ത് വിളിക്കും? ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫംഗ്ഷൻസ് എന്ന് പറയും. അപ്പൊ ആരാണ് ഈ പോയിന്റ് ഫംഗ്ഷൻ? പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയുന്നത് PV ഡയഗ്രം വരയ്ക്കുകയാണ്. ആ 1 to 2 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുകയാണ്. 1 to 2 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഷർ P1 ആണ്, ദെൻ ഇവിടെ വോളിയം V1 ആണ്, ദെൻ ഇവിടെ വോളിയം V2 ആണ്, ദെൻ ആ പോയിന്റിലെ പ്രഷർ P2 ആണ്. ഓക്കെ ആണല്ലോ? ദെൻ ഞാൻ പാത്ത് ഒന്ന് മാറ്റി വിട്ടു. ഓക്കെ, ദെൻ പാത്ത് മാറ്റി വിട്ടപ്പോഴും 1 എന്ന് പറയുന്ന പോയിന്റിൽ P1 തന്നെയാണ് പ്രഷർ, 2 എന്ന് പറയുന്ന പോയിന്റിൽ P2 തന്നെയാണ് പ്രഷർ, 1 എന്ന് പറയുന്ന പോയിന്റിൽ V1 തന്നെ വോളിയം, 2 എന്ന് പറയുന്ന പോയിന്റിൽ V2 തന്നെ വോളിയം. അത് ഏത് പാത്തിൽ കൂടി പോയി കഴിഞ്ഞാലും ആ എൻഡ് സ്റ്റേറ്റിൽ ഞാൻ എടുത്ത പ്രോപ്പർട്ടീസിനൊന്നും മാറ്റങ്ങളില്ല. അഥവാ എൻഡ് പോയിന്റുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്, എക്സാമ്പിൾ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താണ്? പോയിന്റ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, വേറെ പോയിന്റ് ഫംഗ്ഷൻസ് ഉണ്ട്. ഞാൻ കോമൺ ആയിട്ട് ഈ 3 വരെ പറഞ്ഞു തന്നേ ഉള്ളൂ. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒക്കെ എന്താണ്? പോയിന്റ് ഫംഗ്ഷൻസ്. അതായത് എൻഡ് പോയിന്റുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ദെൻ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ എന്താണ്? പാത്ത് ഫംഗ്ഷൻസും ആണ്. അത് എന്താണ്? വർക്ക്, ഹീറ്റ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഈ പോയിന്റ് ഫംഗ്ഷൻസ് എല്ലാം, നമ്മൾ പറയുന്ന പോയിന്റ് ഫംഗ്ഷൻസ് എല്ലാം എക്സാക്ട് ഡിഫറൻഷ്യൽസ് ആണ്. എന്താണെന്ന് പറയാം? എക്സാക്ട് ഡിഫറൻഷ്യൽസ് ആണ്. അതേസമയം പാത്ത് ഫംഗ്ഷൻസ് എല്ലാം ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. ഇപ്പൊ നമ്മൾ ആൻസറിലേക്ക് എത്തി. ഇനി എന്താണ് വരുന്നത് പറഞ്ഞാൽ മതി. പാത്ത് ഫംഗ്ഷൻസ് എല്ലാം എന്താണ്? ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. എന്താണ് എക്സാക്ട് ഡിഫറൻഷ്യൽ, എന്താണ് ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ നമുക്ക് അറിയണ്ടേ? അപ്പൊ ഞാൻ ഈ ഒരു പോയിന്റ് ഫംഗ്ഷൻ എടുക്കുകയാണ്, ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിന്റെ ചേഞ്ച് ഞാൻ എഴുതുകയാണ്, ഇന്റഗ്രൽ dt. എനിക്കതിനെ T2 - T1 എന്ന് എഴുതാൻ പറ്റും. ഇന്റഗ്രൽ dP, എനിക്കതിനെ P2 - P1 എന്ന് എഴുതാൻ പറ്റും. കാരണം മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ ചേഞ്ച് അത് പോയിന്റ്, ആ എൻഡ് സ്റ്റേറ്റുകൾ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഏത് പാത്തിൽ കൂടി പോയാലും T2 - T1, P2 - P1, V2 - P1, അവരൊക്കെ എന്താണ്? എനിക്ക് ഈ ഒരു ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവരെ വിളിക്കുന്ന പേരാണ് എക്സാക്ട് ഡിഫറൻഷ്യൽസ്. പക്ഷെ എനിക്ക് ഒരിക്കലും ഇതുപോലെ ഇന്റഗ്രൽ dW = W2 - W1 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം അവരാ പോയിന്റുകളെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ശരിയല്ലേ? പാത്ത് മാറിയാൽ മാറും എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വർക്ക് നടക്കുന്ന സമയത്ത് എനിക്ക് W2 - W1 എന്ന് കണ്ടുപിടിച്ചെന്ന് എഴുതിയെന്ന് വിചാരിക്കും. പക്ഷെ അതേ എൻഡ് പോയിന്റുകളിൽ നിന്നുകൊണ്ട് മറ്റൊരു പാത്തിൽ കൂടി പോയി കഴിഞ്ഞാലും സെയിം വർക്കാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം കർവ് മാറുമ്പോൾ അതിന്റെ ഏരിയ മാറുന്നുണ്ട്, ഏരിയ മാറുമ്പോൾ വർക്ക് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ dW ≠ എന്താണ്? W2 - W1 ആണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഇനി ഹീറ്റും ഇന്റഗ്രൽ dQ ≠ Q2 - Q1 ആണ്. എനിക്ക് ഇങ്ങനെ എൻഡ് സ്റ്റേറ്റ് മാത്രം വെച്ചിട്ട് ഇയാളെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ. ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ. ഇപ്പോൾ ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. As differentials, heat and work would be described mathematically as inexact differentials. എന്ന് പറഞ്ഞാൽ പാത്ത് ഫംഗ്ഷൻസ് എല്ലാം ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. ഈ ക്വസ്റ്റ്യനിന് ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ആസ് ഡിഫറൻഷ്യൽസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വുഡ് ബി ഡിസ്ക്രൈബ്ഡ് മാത്തമാറ്റിക്കലി ആസ്, അങ്ങനെയായിരുന്നെങ്കിൽ എക്സാക്ട് ഡിഫറൻഷ്യൽ വന്നേനെ. കാരണം പോയിന്റ് ഫംഗ്ഷൻസ് എല്ലാം എന്താണ്? എക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. വീണ്ടും മാറ്റി പിടിക്കാം. ആസ് ഡിഫറൻഷ്യൽസ് path functions would be described mathematically as inexact differential. As differentials point functions would be described mathematically as exact differential. അങ്ങനെ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ എനിക്ക് മാറ്റിയും മറിച്ചും ഉത്തരം പറയാം. കൺസെപ്റ്റ് അറിയാമെങ്കിൽ എങ്ങനെ മാറ്റിയും മറിച്ചും ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൊടുത്തുന്നുള്ളൂ. പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കാട്ടോ. നമ്മൾ എഴുതിയ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ,
അപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എക്സ്പ്ലനേഷൻ ഒക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്